Shall we take your Bible and just go to 1 Corinthians chapter 10? 1 Corinthians ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ പോവുകയാണ്. Amen. 1 Corinthians chapter 10. Yes. 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 മതി. Praise the Lord. Amen. വളരെ പ്രധാനപ്പെട്ട ദൈവസഭയ്ക്ക് നൽകപ്പെട്ട ഒരു അധ്യായമാണ് ഈ 1 Corinthians ലേഖനം 10-ാം അധ്യായം എന്ന് പറയുന്നത്. സ്തോത്രം. 1 Corinthians 10 is an important scripture passage that has been given to the church. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു അധ്യായം കൂടിയാണിത്. And it is also a chapter given for our wisdom, we who are in the end of times. ഞാൻ വാക്കൊന്നുകൂടെ പറയട്ടെ. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ വെളിപ്പാടിൽ താൻ കണ്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ ഉദ്ദേശിച്ച് പറയുന്നതാണ്, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിനായി ഞാൻ എഴുതിയിരിക്കുന്നു. We who are at the end of times, Paul sees this great vision of God and reveals it to the church so that we would understand it and take it as wisdom from God. ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയെ ഇവിടെ വിവരണം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുന്നു, അവർക്ക് അത് ദൃഷ്ടാന്തമായി അല്ലെങ്കിൽ നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. And Paul says that we too should not be lost in our desires, and therefore Israel and their story has been kept as an example for us. 11-ാം വാക്യത്തെ ഒന്ന് കാണാമോ? ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക്. വാക്കുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള വാക്കുകൾ. അവർക്ക് സംഭവിച്ചു. പിന്നെ അടുത്ത വാക്യം നമുക്കെന്ന് എഴുതിക്കുമ്പോൾ ഒരു പദം കൂടെ ചേർത്തിട്ടുണ്ട്. എന്താണ്? ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക്. ആ കൈ ഒന്ന് ഹൃദയത്തെ വകം നമുക്ക്. 1 Corinthians 10 verse 11 says, these things happened to them as examples and were written down as warnings for us. Amen. On whom the culmination of the ages has come. Amen. കർത്താവിൻ്റെ മേശയുള്ള ബന്ധത്തിൽ നമ്മൾ സാധാരണ വായിക്കുന്ന ഒരു അധ്യായം കൂടിയാണിത്. അതിൻ്റെ 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? സ്തോത്രം. There is also a scripture portion that we read along with the Lord's table, especially verse 16 says, it's not the cup of thanksgiving for which we give thanks, a participation in the blood of Christ. I want everyone to listen the special word in verse number 3, spiritual food and spiritual drink. Verse 3 emphasizes 2 words, which is spiritual food and spiritual drink. ആ രണ്ട് പദങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. And those 2 phrases are very important for us. ആഹാരം കഴിക്കുന്നവരാണ് നമ്മൾ, സാധാരണ വീട്ടിൽ ആഹാരം കഴിക്കുന്നവരാണ് അല്ലേ? We normally have food on a daily നമ്മൾ basis. ആത്മീയ ആഹാരം എന്ന് പറയാറില്ല. But we never call it spiritual food. കാണൂ? ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്പസമയം കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതായിട്ടുള്ള ഈ ബ്രെഡും ഈ വൈനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? ഇത് ആത്മീയ ആഹാരവും ആത്മീയ പാനീയമാണ്. സ്തോത്രം. In some time we are going to prayerfully receive these elements on the table, the bread and wine. And what Paul calls them is spiritual food and spiritual drink. പലപ്പോഴും ഈ കർത്താവിൻ്റെ മേശയുള്ള ബന്ധത്തിൽ നമ്മളിതിനെ വളരെ ലഘുവായി കാണുന്ന ചില അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ അല്പം തോന്നാറുണ്ട് അല്ലേ? Often we do not see the Lord's table with great value. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് പ്രാഗൽഭ്യത്തോട് നിങ്ങൾ സമ്മതിച്ചാൽ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും.
But if we approach the table in a worthy manner, the Word of God reminds us that those who eat me will live because of me. എന്നാൽ ശോധന ചെയ്യാതെ നമ്മളിൽ നിന്ന് പങ്കെടുത്താൽ ആത്മീയ മരണവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. Introspection, spiritual death can take place. ഇത് നിങ്ങളുടെ കയ്യിൽ കൂടെ പാസ്സായി പോകുമ്പോൾ ഇത് കൈ വരുമ്പം ദൈവദാസന്മാരൊക്കെ നിങ്ങളുടെ കൈ തരുമ്പം you have to take it in serious. When the men of God approach you with these elements, please participate with utmost seriousness. Amen. ഞാൻ ആ കാര്യം ഒന്നുകൂടെ ഒന്ന് തെളിയിച്ച് പറയുകയാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ പറഞ്ഞു, നമ്മുടെ ഈ യാക്കോബായ സമുദായങ്ങളിലൊക്കെ ഉള്ളവർ ഈ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുമ്പോൾ വളരെ ഭക്തിയോടുകൂടിയാണ് അത് എടുക്കുന്നത്. സ്തോത്രം. Some days back, a person reminded me that people who come from Jacobite tradition, when they take the Lord's table, they take it with utmost devotion and reverence. പെന്തക്കോസ്തുകാർക്ക് ഇല്ലാത്ത ഒരു കാര്യം ഭക്തി അവർക്കുണ്ടെന്നുള്ളതാണ്. And the one thing that we lack in Pentecostalism is that reverence. വളരെ ഗൗരവമായി മനസ്സിലാക്കണം, നമ്മുടെ ഭക്തി കുറയാനല്ല, നമ്മുടെ ഭക്തി വർദ്ധിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. But the truth is our reverence should not come down, it should increase, our devotion should increase. എൻ്റെ പ്രധാന വിഷയത്തിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ മെയിൻ തീം എന്നുള്ളത് നമ്മെ അനുഗമിക്കുന്ന പാറ എന്നുള്ളതാണ് എൻ്റെ വിഷയം. And the theme that I want to talk before you today is the rock that followed us. ആ വാക്ക് പറയുന്നു, സ്തോത്രം, അവരെ അനുഗമിച്ച പാറയിൽ, ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, പിന്നെ ആ പാറ ക്രിസ്തുവായിരുന്നു. And here they say that they drank from the same spiritual rock that accompanied them, and the rock was Christ. അനുഗമിക്കുന്ന ഒരു പാറ. A rock that accompanies us. ആ വാക്ക് ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? അനുഗമിക്കുന്ന ഒരു പാറ. A rock that accompanies us. രണ്ട് പദങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളായിട്ട് നമുക്ക് തോന്നുന്നു. ഒരു പാറ എങ്ങനെയാണ് അനുഗമിക്കുന്നത്? And the two words don't really come together. How can a rock accompany you? It's different meaning അല്ലേ? ഒരു പാറയ്ക്ക് പറയുന്ന പറഞ്ഞാൽ always stable, അങ്ങനല്ലേ? When you think about a rock, it's an immovable object. It stays steady. It cannot be movable. It won't move with you. എന്നാൽ ഇന്ന് രാവിലെ ശ്രദ്ധിക്കുക മക്കളെ, ആ പാറ ക്രിസ്തുവായിരുന്നു. സ്തോത്രം. But Paul says that rock is Christ. എന്താണ് അനുഗമിക്കുന്ന പാറ എന്ന് പറയുമ്പം പെട്ടെന്ന് ഞാൻ പറയാം, സ്വർഗമഹിമകളെ വിട്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു പാറയാണ്. ഹല്ലേലൂയ. And about this rock, let me remind you, it is that rock who left his heavenly glory and came to this earth for us. Amen. 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 Praise God. നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട ഒരു പാറയാണിത്. സ്തോത്രം. It was a rock that was beaten for us. ഈ പാറയെക്കുറിച്ച് ഒത്തിരി വാക്കുകൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇത് this is an everlasting rock, ശാശ്വതമായൊരു പാറയാണ്. And it is an everlasting rock. This is a mighty rock, ഉറപ്പുള്ളൊരു പാറയാണ്. It's a mighty rock. This is a rock of salvation, രക്ഷയുടെ പാറയാണ്. It's a rock of salvation. ഇത് അടിസ്ഥാനത്തിന്റെ പാറയാണ്. സ്തോത്രം. And it is a rock of our foundation. കർത്താവ് പറഞ്ഞ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. And God says, upon this rock I will build my church. ഈ പാറയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ ഇത് I mean it shows about the strength and stability of the church. And when Holy Spirit mentions about the rock is shown as a rock of stability and strength. ഒരു വാക്കിൽ പറഞ്ഞാൽ ഇത് നുറുക്കപ്പെട്ട പാറയാണ്. സ്തോത്രം. And it is a rock that was cut for us. Amen. പുറപ്പാട് 17 അധ്യായത്തിലേക്ക് വേഗം വരാം. 17 അധ്യായത്തിൽ 4 വാക്യം വായിക്കാം. യെസ്. ആ യെസ് യെസ് ആ യെസ് ആ യെസ് 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 യെസ്. ആമേൻ. ഇസ്രായേൽ മൂപ്പന്മാർ കാണുകെ മോശ അങ്ങനെ ചെയ്തു.
പഴയ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഈ പാറ ആരാണ് വാസ്തവത്തിൽ? In the Old Testament, the rock that we see, who is that rock? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. സ്തോത്രം. It is a foreshadow of our Lord Jesus Christ. ജനത്തെ കൂട്ടിക്കൊണ്ട് ദൈവത്തിന്റെ ദാസനായ മോശ ഇങ്ങനെ യാത്ര ചെയ്തു വരികയാണ്. Moses is leading the people of God, Israel. മോശയുടെ കയ്യിൽ ദൈവം ഒരു വടി കൊടുത്തിട്ടുണ്ട്. And Moses has been given a stick in his hand. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ നദിയെ അടിച്ച വടിയാണിത്. And it is the rod that he used to divide the sea. നമുക്കറിയാമല്ലോ, ഈജിപ്തിലെ നദി അല്ലെങ്കിൽ നൈൽ നദി അടിക്കുമ്പോൾ അത് വെള്ളമായി തീർന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And we remember that he beat the river Nile and it turned to blood. I need everyone to listen this very carefully. The river and the rock. ഇത് രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ്. And the two things that we mentioned, river and rock, have different experiences. മോശ വടിയെ കൊണ്ട് നദിയെ അടിച്ച വടിയുമായി ഇപ്പോൾ വരികയാണ്. And now Moses is walking with the rod that he used to strike the river with. രണ്ട് നേച്ചറാണ്. And they have two different natures. The nature of the water and the nature of rock is entirely different. The nature of the rock and nature of water is very different. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ജനം ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങുന്നു. And the people of God are crying out to the Lord. അവർ പറഞ്ഞു, ഞങ്ങളെ മിസ്രയീമിൽ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? And they're asking God, why have you brought us here? ഞങ്ങളെ കൊല്ലുവാനാണോ കൊണ്ടുവന്നത്? Have you brought us to kill us? ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വെള്ളം പോലും ഇല്ലല്ലോ. And we don't have enough water to drink. ദൈവം മോശയോട് നിലവിളിക്കാൻ തുടങ്ങുന്നു. And Moses cries out to the Lord. ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിലവിളിയിൽ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. Let me tell you, there is a God who answers for us before our cry. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്നുള്ളതാണ്. And the question is, what should we do? മോശ ചോദിക്കുന്നു, ഞാൻ എന്തോ ചെയ്യണം? And Moses asked, what should I do? ഈ വചനം പരിശുദ്ധാത്മാവിൽ ഞാൻ കഴിഞ്ഞ ദിവസം ധ്യാനിക്കുമ്പോൾ And while I was meditating on these scriptures, പരിശുദ്ധാത്മാവിൽ പറഞ്ഞു, ജനത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചോദ്യങ്ങൾ നിൽക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. സ്തോത്രം. the Holy Spirit reminded me that there are a lot of questions among his people. ആ മോശയ്ക്ക് മാത്രമല്ല ചോദ്യം, നമുക്കും ആ ചോദ്യമുണ്ട്. It's not just with Moses, but it's also with every single one of എന്താണ് us. ചോദ്യം? ഞാൻ എന്ത് ചെയ്യേണ്ടു? The question is, what should I do now? ഞാൻ എന്ത് ചെയ്യേണ്ടു? What should I do? അങ്ങനെ ചോദിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുമോ? Are you the one asking that question? ഞാൻ എന്ത് ചെയ്യേണ്ടു? What should I do now? അല്ല, നാം എന്ത് ചെയ്യേണ്ടു? What should we do? ഈ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യേണ്ടു? സ്തോത്രം. And before this situation, എന്നാൽ what ഇന്ന് should രാവിലെ I ഞാൻ do? ഒരു കാര്യം പറയാം, മറുപടി ദൈവത്തിന്റെ പക്കലുണ്ട്. But let me tell you, the answer is with the Lord. വിശ്വസിക്കുന്നവർ പറഞ്ഞ കർത്താവേ, മറുപടി എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. Can we say by faith that the answer is with you, Lord? എന്താണ് മറുപടി? സ്തോത്രം. What is the answer? 6-ാം വാക്യമാണ് മറുപടി. Verse 6 is the answer. എന്താണ് മറുപടി? 6-ാം വാക്യം വായിച്ചിട്ട്, ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ ഞാൻ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ച ദൂതൻ നിങ്ങളോട് സംസാരിക്കുക. സ്തോത്രം. And I want to convey the message the Lord relayed to me. എത്ര കഠിനമായ വിഷയമാണ് നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും ഇതുപോലെ കാണുമ്പോൾ യേശുവിന്റെ ആമേൻ, നമ്മുടെ കർത്താവ് കാല് വെച്ചാൽ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായി ചില വിടുതൽ ഉണ്ടാവുന്ന വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. It doesn't matter how hard the situation is, if the Lord steps into our situation, Amen. it will change for us. ആ വാക്കാണ് എന്നെ ധൈര്യപ്പെടുത്തിയത്. സ്തോത്രം. Amen. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന വിഷയത്തിന് മുമ്പിൽ, And before a very uncertain question, what should we do? മോശ മുൻപിൽ കാണുന്ന ഒരു പാറയാണ്, കഠിനമായ ഒരു പാറയാണ്. സ്തോത്രം. Moses sees a very hard and difficult rock before him. ദൈവം പറഞ്ഞു, I am going to step on that rock. ഞാൻ ആ പാറയുടെ മേൽ നിൽക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. God says, I'm going to step upon that rock. ഇന്ന് രാവിലെ കുടുംബത്തിന്മേൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise God for the ones who are experiencing the presence of the Lord. നിന്റെ പ്രതികൂലങ്ങൾ എത്ര വലുതാണെങ്കിലും സ്തോത്രം, No matter how great your problem എത്ര is, കഠിനമായ വിഷയമാണെങ്കിലും, no matter how hard your അവൻ situation is, യേശുവിന്റെ കാല് വെച്ചാൽ പരിഹാരമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം. Jesus steps upon it, it will be solved. Amen. Amen. Praise the Lord. Hallelujah. Hallelujah. Amen. Praise God.
ഇന്ന് രാവിലെ സമയത്ത് ഒന്ന് കർത്താവിനോട് കരയാമോ? കർത്താവേ, ദിനവും മനമേ തത്സമയം കൃപ ലഭിക്കേണ്ടതിനായി നീ ഞങ്ങളുടെ മേൽ ഒന്ന് കടന്നു വരുന്നത് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. How many of us can cry before the Lord that every day in order for us to receive grace would you walk into our life? ആമേൻ. ഈ ഹോറയിൽ നിന്റെ മുമ്പാകെ ഞാൻ പാറമേൽ നിൽക്കും. ഹല്ലേലൂയ. And in this situation I will stand upon the rock. ഞാൻ പറയട്ടെ, ശൂന്യമായ ഒരു പടകിനകത്ത് യേശു കാല് വെച്ചപ്പോൾ ശൂന്യത മാറ്റിയെങ്കിൽ ഹല്ലേലൂയ. If in the emptiness of life Jesus stepped into the boat and that emptiness was gone. അവൻ നിലവിളിക്കുന്ന ഒരു രണ്ട് സഹോദരിമാരാണ് മാർത്തയും മറിയയും. സ്തോത്രം. There were two sisters crying out to the Lord. ആമേൻ. സ്തോത്രം. ആ നിരാശയിൽ, അത് ആകപ്പാടെ നിരാശയിൽ വേദനയിൽ കഴിഞ്ഞുകൂടുന്ന കുടുംബമാണത്. സ്തോത്രം. It's a family that is going in depression and discouragement. എന്നാ പറയാമോ, ആ കല്ലറയുടെ അടുക്കലേക്ക് യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ആമേൻ. But before the grave the presence of Jesus descended. എന്ത് സംഭവിച്ചതറിയാമോ? What happened? ആ ഗ്രേവ് യാർഡ് റിസറക്ഷൻ യാർഡായിട്ട് മാറുകയാ. സ്തോത്രം. The power of resurrection moved in that graveyard. ഇന്ന് രാവിലെ യേശുവിന്റെ കാല് വെക്കുന്നിടത്ത് അത്ഭുതം നടക്കുന്ന വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? Wherever Jesus steps into, there you will see the power of Jesus. നമ്മളെ അനുഗമിക്കുന്ന ഒരു പാറയാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. It is a rock that accompanies us, and it is Jesus. ഏത് വിഷയത്തിൽ നമ്മെ സഹായിപ്പാൻ നമ്മെ അനുഗമിക്കുന്ന ഒരു പാറയാണ് അവൻ. സ്തോത്രം. In every situation there is a rock that follows us to help us. ആമേൻ. Hallelujah. മോശയോട് പറഞ്ഞു, ഈ പാറയെ നീ അടിക്കുക. സ്തോത്രം. Moses was asked to strike that rock. 6-ാം വാക്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഞാൻ ഹോറബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം. അടുത്ത വാക്യം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. സ്തോത്രം. പ്രതീക്ഷയുണ്ടോ? Do you have hope? ആരാധനയ്ക്ക് വന്നോട് ചോദിക്കട്ടെ, പ്രതീക്ഷയുണ്ടോ ഇന്ന് പൽക്കാലം? Do you have hope? പ്രതീക്ഷയുണ്ടോ? ആലയത്തിൽ വന്ന എന്തിനു വേണ്ടിയാ? Why did you come to the church? എന്തിനാ വന്നേ? Why did you come? ഞായറാഴ്ചയായിട്ട് വന്നാണോ? Is it because it's a Sunday? രാവിലെ ആരാധനയ്ക്ക് വരുന്ന ഒരു പ്രതീക്ഷയോടെ വരണം. ദൈവത്തിന് If you are here, I hope you are here with the hope. രാവിലെ കേട്ടോ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ദൈവത്തിന് സ്തോത്രം. Our situation should change. നമ്മുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വരണം. ഹല്ലേലൂയ. Our situation should change. വന്നു പോകുന്നവരായി ആകാതെ പ്രാപിച്ചവരായി മടങ്ങുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. Not merely people who come and go, but people who receive from the Lord. ആ വാക്കൊന്നുകൂടെ ഞാൻ പറയട്ടെ. സ്തോത്രം. വന്നു പോകുന്നവരായി മാറാതെ. Not merely to be people who come and go. Amen. Come and go. Come and go. That's a common system. We cannot be people who merely come and go, but people who receive from the Lord. There is a door that has been opened for us beyond our expectation. Amen. Amen. സൂര്യൻ അസ്തമിക്കുമ്പോൾ യാക്കോബ് ഒരു തലവണയായി വെക്കാൻ ഒരു സോഫ്റ്റ് ഗ്രൗണ്ട് ഒന്നും താൻ കണ്ടില്ല. Before the sun set, Jacob did not find a place that was soft enough to lay his head. അവൻ തലവണ വെച്ചത് എന്താണെന്നറിയാമോ? What he used to lay his head. രാവിലെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, നിന്റെ തലയുടെ പുറകിലിരിക്കുന്ന ഒരു ഹാർഡ് സിറ്റുവേഷൻ ആണെങ്കിൽ ഹല്ലേലൂയ. The Spirit of God tells you if it is a hard situation that is behind your head. അവന്റെ ജീവിതത്തിന്റെ കഠിനതയാണ് ഇത് കാണിക്കുന്നത്. സ്തോത്രം. It shows the difficulty of his life. ഒരു പാറയുടെ മേൽ അവൻ തല വെച്ച് കിടക്കുകയാണ്. സ്തോത്രം. He puts his head upon a rock. എന്നിട്ട് രാവിലെ അനുഗമിക്കുന്ന ഒരു പാറ അവന്റെ അടുക്കൽ വരികയാണ്. ഹല്ലേലൂയ. Here is a rock that accompanies, that is joining him. അവൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. And he sees a vision. ആമേൻ. ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗത്തോളം എത്തുന്ന ഒരു ഗോപടി അവൻ കാണുന്നു. He sees a ladder that reaches the heavens from the earth. അനുഭവങ്ങളിൽ യാക്കോബ് ദൈവം പറയുന്നു, മോനെ നീ ഭയപ്പെടേണ്ട. And in that situation God tells him to not be afraid. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. I am the God of your father Abraham. ഈ സ്ഥലം കഠിനമായ സ്ഥലമായി നിനക്ക് തോന്നിയാലും It might be a difficult place for you now. ഇത് ഞാൻ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. Your situation will change. ഇപ്പോൾ ഇതിന്റെ പേര് ലൂസ് എന്നാണ്. Right now the name of the place is Luz. എന്നാൽ ഞാൻ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമ്പോൾ ബെഥേലാക്കി ഞാൻ മാറ്റാൻ പോകുകയാണ്. When I will change your situation, you will call it Bethel. വിശ്വാസത്തോടെ ദൂതെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Receive the message in faith. ആമേൻ. നമ്മെ അനുഗമിക്കുന്ന ഒരു പാറ. ഹല്ലേലൂയ. There is a rock that accompanies us. നിരാശയെ മാറ്റുന്ന ഒരു പാറ. സ്തോത്രം. A rock that takes away our discouragement. കാരാഗ്രഹത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന ഒരു പാറ. ഹല്ലേലൂയ. A rock that brings about change in our നിനക്ക് വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്ന ഒരു പാറ. ഹല്ലേലൂയ. A rock that steadifies and establishes the promises of God. Amen.
Hallelujah. Man. സൂര്യൻ അസ്തമിച്ചു. The sun set. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. He has left his house. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. സ്തോത്രം. He doesn't know where to go. ഞാൻ പറയട്ടെ, ഇത് വൽക്കാലം തന്നെ അനുഗമിക്കുന്ന ഒരു പാറ നിനക്ക് വേണ്ടിയുണ്ട്. But let me tell you, there is a rock that is accompanying you. ആമേൻ. നിന്നോട് വാക്ക് പറഞ്ഞൊരു ദൈവമുണ്ട്. There is a God who has promised something to you. ആമേൻ. ഇന്ന് രാവിലെ ഞാൻ പാടി സന്തോഷിച്ചു. ഒരു പാട്ടുണ്ട്, വാഗ്ദത്തം ചെയ്തവൻ മാറ്റമില്ലാത്തവനാണ്, വാക്ക് മാറാത്തവനാണ്. There is a song that we sang this morning, which is the one who promised, he does not change. വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ? ആമേൻ. The one who promised, he doesn't change his word. ആമേൻ. നിനക്കെതിരെ എത്ര ശത്രു കരങ്ങൾ ഉയർത്തിയാലും, It doesn't matter how hard the enemy comes against പാടങ്ങൾ you. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും മാറ്റമില്ല. സ്തോത്രം. His word never changes, his promise never changes. Yes, hallelujah. 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 Praise God. Hallelujah. വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ? The one who promised will not change his word. ഇല്ല, ഒരിക്കലുമില്ല. Hallelujah. No, absolutely not. പറയാൻ കഴിയുന്നവർ പറഞ്ഞോ, ഇല്ല, ഒരിക്കലുമില്ല. Hallelujah. If you are convicted, can you say no, he won't change his word? സൂര്യൻ അസ്തമിച്ചെന്ന് വരാം. The sun may set, തലവെക്കാൻ ഇടവില്ലെന്ന് വരാം. and you may not find a place to lay your head. പരിവരുത്ത അനുഭവമാണെന്ന് വരാം. സ്തോത്രം. And it might be a very difficult situation for you. അനുഗമിക്കുന്ന ഒരു പാറയുണ്ട്. But there is a rock that is accompanying you. അവനവന്റെ മീതെ നിൽക്കുന്നവന്. Hallelujah. And he stands upon it. അവനവന്റെ മീതെ നിന്ന് പറയുകയാണ്. സ്തോത്രം. And standing on it, he says, ആമേൻ. ഞാൻ നിന്നെ കൈവിടാതെ, I will not forsake you. ഈ വാഗ്ദത്തം ഞാൻ നിവർത്തിക്കും. സ്തോത്രം. I will fulfill this promise. 114 സംഘത്തിൽ 8 വാക്യത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. അവൻ പാറയെ ജലത്തടാകവും. ഒന്ന് വായിച്ചാൽ. യെസ്. ഇത് നിങ്ങളുടെ വാഗ്ദത്തമായിട്ടൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? Would you receive this as your promise? ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് നമ്മുടെ ദൈവം ആരാണ്? Who is our God? ഒന്ന് പറഞ്ഞ് അവൻ പാറയെ ജലത്തടാകവും. ആമേൻ. He turns the rock into a pool. ആമേൻ. തീക്കലിനെ നീരുറമാക്കുന്നവനാ ദൈവമാണ്. And a hard rock into springs of water. Hallelujah. Amen. ദൈവസഭയ്ക്കകത്ത് വലിയൊരു ജീവന്റെ വ്യാപാരം ഉണ്ടാകണം. Praise the Lord. Let there be a great move of life within the church of God. വലിയ ഒഴുക്ക് നമ്മുടെ ഇടയിൽ ഒഴുകട്ടെ പ്രിയപ്പെട്ടവരെ. Let there be a great flow within us. നദി വന്നതുകൊണ്ട്, വെള്ളം വന്നതുകൊണ്ട് അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകിയ. Hallelujah. Because of that river, because of that water of life, there is a change in situation. മത്സ്യങ്ങൾ ഉണ്ടാകുന്നു. There is a great life that is growing. Amen. Amen. ഒരിക്കൽ ശിഷ്യന്മാരോട് യേശു പറയുന്നു, അക്കരയ്ക്ക് പോകാം. One day Jesus commanded his disciples to go over to the other side of the lake. നേരം സന്ധ്യയായി. And it was evening. അല്പസമയം കഴിഞ്ഞപ്പോൾ And after some time, പ്രതീക്ഷിക്കാത്ത പ്രതികൂലത്തിന്റെ കാറ്റുകൾ അവർക്കെതിരെ അഞ്ഞടിച്ചു. സ്തോത്രം. unexpectedly harsh storms started to beat against them. തിരകളാൽ അവർ വലഞ്ഞു. സ്തോത്രം. And they were tossed in the waves. കാറ്റ് പ്രതികൂലമായിരുന്നു. The wind was against them. അവർ നിലവിളിക്കാൻ തുടങ്ങിയാണ്. And they began to cry out, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? സ്തോത്രം. Lord, don't you care that we are perishing? അനുഗമിക്കുന്ന പാറ, The rock that accompanies you, ഇറങ്ങി വരിക. he comes down. പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കടന്നുപോയ യേശു കർത്താവ്. സ്തോത്രം. The one who went up the mountain to pray, വെള്ളത്തിന് മീതെ നടന്നവരുടെ അടുക്കിലേക്ക് വന്നു. he begins to walk on the water and approaches them. അവൻ കാറ്റിനോട് കൽപ്പിച്ചു. സ്തോത്രം. And he commands the കൽപ്പിച്ചപ്പോൾ storms. കൊടുങ്കാറ്റ് അടങ്ങി എന്ന് മനസ്സിൽ വായിക്കുന്നുണ്ട്. The storms and the wind, they calm down. ഒത്തിരി ഇരുത്തി ചിന്തിച്ചൊരു വാക്യമാണ്. ആമേൻ. നമ്മളെ അനുഗമിക്കുന്ന പാറ. The rock that accompanies us. ആരെല്ലാം കൈവിട്ടാലും, No matter who would forsake us, ആരെല്ലാം മറന്നാലും, no matter who would forget us. രാവിലെ നിന്റെ ബലഹീനതയിൽ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ വരുന്ന ഒരു പാറയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? In our weakness, in our moments of lowliness, there's a rock that comes for us. ലൂക്കോസിന്റെ 24 അധ്യായത്തിൽ നാം ഇങ്ങനെ വാഗ്വാദത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ചരിത്രം നമുക്കറിയാം. We know the story of the disciples who went from Jerusalem to Emmaus.
ആമേൻ. യേശുവരോട് അകന്ന് നടന്നല്ല വായിക്കുന്ന 24 അധ്യായത്തിന്റെ 15 വാക്യം ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാമോ? ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ ഏറ്റെടുത്തോ. നിങ്ങളുടെ വിഷയം വിടുതലായെന്ന് ഏറ്റെടുക്കാം. Verse 15 says, as they talked and discussed these things with each other, Jesus himself came up and walked along with them. അനുഗമിക്കുന്ന പാറയെ കാണുന്നുണ്ടോ ഇവിടെ? Do you see the rock that accompanies us over here? പിന്മാറ്റത്തിലേക്ക് പോയ അല്ലെങ്കിൽ തർക്കിച്ചും വാദിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരാണ്. There's a group of disciples who are backsliding or are in a debate with each other. ഭാര്യയും ഭർത്താവുമാണെന്ന് ഒരിക്കൽ വേദശാസ്ത്രത്തിൽ പറയുന്നവരുണ്ട്. There are some scholars who say it might be a husband and a wife. അവർ തർക്കിച്ചും വാദിച്ചും പോവുകയാണ്. And they are arguing and contending with each other. യേശു ഒന്ന് ശ്രദ്ധിച്ചേ എങ്ങനെ നടന്നു അവരോട്. And how did Jesus approach them? He came close to them. നിങ്ങളുടെ കഴിവുകൊണ്ടല്ല നിങ്ങൾ വന്നത്. People of God, we did not come because of our ability. നമ്മുടെ ആരുടെയും തീരുമാനത്തിന്റെ ശക്തി കൊണ്ടല്ല ഇവിടെ നിന്നത്. സ്തോത്രം. And it was not the greatness of our determination that brought us here. മാറിപ്പോയി എത്രയോ നാളുകൾ ഉണ്ടായിരുന്നില്ലേ. There have been so many moments we went away from the Lord. എന്നാൽ യേശു ചേർന്ന് വന്നു. But Jesus comes to us. Amen. ചേർന്ന് വന്നത് മാത്രമാണ്. He not only comes along, അവരോട് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നു. he begins to speak to them. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന പോലെയല്ല, അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്ന വായിക്കുന്നത്. And as he began to speak to them, their hearts started burning. ആ വാക്യം ഒന്നുകൂടെ പറയട്ടെ. Let me tell you one more thing. ദൈവവചനം കേൾക്കുമ്പോൾ എന്തുണ്ടാകണം? ഉറക്കം വരില്ലേ? പറഞ്ഞേ, വല്ല വിടുതൽ വേണോ? വിടുതൽ വേണോ? സ്തോത്രം. Do you want a deliverance? ദൈവവചനം കേൾക്കുമ്പോൾ എന്താ ഉണ്ടാകണ്ടേ? What should happen when we hear the word of God? ഹൃദയം കത്തണം. Praise the Lord. There should be a burning in our heart. എനിക്ക് ഭയങ്കര ചേർന്ന് നടക്കുന്ന കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് നന്ദി പറയാൻ കഴിച്ചില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്? If we are not able to praise the Lord who walks with us, we will never be able to praise him. നിങ്ങളെ കൈവിടാതെ വണ്ണം പിന്മാറ്റത്തിനെ മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവശക്തിയെ നിങ്ങൾ ഓർക്കാൻ കഴിയുമോ? There's a God who redeems us from our backsliding and bring back to his presence. Amen. ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. Hallelujah. The Spirit of God is speaking to our hearts. കത്തിക്കൊണ്ടിരിക്കുക. And their hearts are burning. ഇവൻ എന്നോട് സംസാരിച്ചവന്റെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. Tell each other that while he was speaking, our hearts were burning. കത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ നിന്നെ മടക്കിക്കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. If your heart is burning as you hear the word of God, God is bringing you back. ആമേൻ. ചേർന്ന് നടക്കുന്നവനെ മടക്കിക്കൊണ്ടുവരുന്നവനാ. ഹല്ലേലൂയ. If you walk along with him, God will bring you back. ആമേൻ. ചേർന്ന് നടക്കുന്നവനെ യഥാസ്ഥാനപ്പെടുന്നവനാണ്. ഹല്ലേലൂയ. If you are willing to walk with Jesus, he will restore you. മടക്കിക്കൊണ്ടുവരുന്നവനാണ്. He will restore you and bring you back to him. I praise the one who is accompanying us. The one who does not reject us but accompany us. Praise be to that rock. Hallelujah. 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 Amen. Praise God. Hallelujah. Can we all stand in the presence of the Lord? യൂദായുടെ ലേഖനം 24-ാം വാക്യം. Jude verse 24. ഇന്ന് രാവിലെ ഒന്ന് സന്തോഷത്തോടെ വായിച്ചേ. Hallelujah. Can we read that with utmost joy this morning? നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനിടയാകണം. And let us praise the Lord. അനുഗമിക്കുന്ന പാറ ആരാണ്? Who is this rock that is accompanying us? The one who is able to keep us from stumbling. പേപ്പർ വായിക്കുന്നത് വായിക്കല്ലേ കേട്ടോ. Do not read it as you're reading newspaper. Do not read it as you're reading a book. But read it with great seriousness. Together. To him who is able to keep you from stumbling, to present you before his glorious presence without fault and with great joy. To the only God, our Savior, be glory, majesty, power, and authority. To Jesus Christ, our Lord. Amen. Amen. Hallelujah. Praise God. Praise God. Hallelujah. Hallelujah. Thank you, Jesus. Amen. And can you sing that song? Ende paarayagum Yeshunatha. Anuri charanangal chernu paadam. Ende paarayagum Yeshunatha. Chernu paadi Deivate aaradhikkam. Enne kaakkum Deivam Neeye. Amen. Chernu paada. Enne paarayagum Yeshunatha. Namme kaakkunna Deivam. Enne kaakkum Deivam Neeye. Mahimeyum belavum
ഒരു വാക്കോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെതായി പിറുവിറുപ്പ് നിമിത്തമായി, അവരുടെ ഇമ്മോറാലിറ്റി മുഖാന്തരമായി അവൾ മിക്കവേലും ദൈവം പ്രസാദിച്ചില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, ഇത് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആ സ്ഥാനത്ത് നിന്ന് ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, നിങ്ങളത് അറിയാതിരിക്കരുത്. എന്തറിയാതിരിക്കരുത്? അവരുടെ മിക്കവേലും ദൈവം പ്രസാദിച്ചില്ല. ഇന്ന് രാവിലെ സമയത്ത് നമ്മുടെ കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഒന്ന് ശോധന ചെയ്യാം, നമ്മെ തന്നെ ശോധന ചെയ്യാം. കർത്താവേ, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അങ്ങനെ അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരപ്പത്തിൽ അംശികളുമാകുന്നുവല്ലോ. നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട യേശു കർത്താവിനെ ധ്യാനിക്കാൻ കഴിയുമോ? കർത്താവിൻ്റെ ദാസന്മാർ ദയവായി മുൻപോട്ട് വരാമോ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ജിമ്മി അലക്സ്, ബേബി ഇവിടെ വരാമോ? ജിമ്മി, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശോധന ചെയ്യാം. കർത്താവേ, അവൾ മിക്കവേലും ദൈവം പ്രസാദിച്ചില്ല എന്നുള്ള ഒരു സാക്ഷ്യമല്ല എനിക്ക് ആവശ്യം. എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ എന്ന് കേൾക്കാൻ, എൻ്റെ വാക്കിലാകട്ടെ, എൻ്റെ നടപ്പിലാകട്ടെ, എൻ്റെ ജീവിതം കൊണ്ടാകട്ടെ, ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ എത്തുന്നവരെയും ആ പാറയെ അനുഗമിക്കുവാൻ നമുക്കിടയായി തീരണം. അവൻ്റെ പാതയെ പിൻപറ്റുവാൻ ദൈവം നമ്മെ അധികമായി സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒന്ന് സമർപ്പിക്കാമോ? ദൈവഹിതത്തിനായി നമ്മെ ഒന്ന് സമർപ്പിച്ച് എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? കർത്താവേ, എൻ്റെ പാറയാകും യേശുനാഥ, അങ്ങേ പ്രസാദകരമായി ദയിപ്പാൻ എന്നെ ഒന്നുകൂടെ സഹായിക്കണമേ. പിന്മാറിപ്പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. യേശുവിന്റെ മുറിവിനെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, വാക്കിലാലോ നമ്മുടെ പ്രവൃത്തിയാലോ ഉണ്ടെങ്കിൽ, ഒന്ന് ദൈവത്തോട് പറയാം, കർത്താവേ, നീതിമാനായ യേശുവിന്റെ രക്തം ഇന്ന് പൽക്കാലം എന്നെ ശുദ്ധീകരിപ്പാൻ ഹാബിയ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ അപ്പത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ.